பேரு பருந்த. அந்த பருந்து கீழ 100 பசங்க. ചന്ദ്രു എനിക്ക് ആരെയും കണ്ടുകൂടാ. ചന്ദ്രു വന്ന് ഇവിടെ ചന്ദ്രു ചന്ദ്രു ബേബി ഇവിടെ എന്താ സംഭവിച്ചത്? உன்னை யாரோ அடிச்சிட்டாங்கன்னு சொல்லி சொன்னாங்க. யாரு அடிச்சாங்களோ அவங்கள போய் தொலைச்சு நசுக்கி எரிச்சு. ചന്ദ്രു ലിഫ്റ്റ് കയറി വന്നപ്പോ ഞാൻ കാഴ്ചയുണ്ട്. ലിഫ്റ്റ് കയറിയപ്പോ ഞാൻ ചാരി ഇരിക്കുന്നത് നോക്കിയപ്പോ നമ്മളൊന്ന് എത്ര അണ്ണാ എനിക്കൊന്നും ഓർമ്മയില്ല അണ്ണാ. എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ സത്യം പറയട്ടെ, ഇവിടെ വന്നു നിന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞു, അടിച്ചു. ആരാന്ന് പോലും നോക്കിയില്ല, അടിച്ചു, കഴിഞ്ഞു. ഇപ്പൊ പറയണം സസ്പെൻഷൻ. എന്താ ഗ്യാങ് സസ്പെൻഷൻ ആണോ? ഗ്യാങ് സസ്പെൻഷൻ ഒന്നുമില്ല. എടാ ഞാൻ പറയട്ടെ, എടാ സിറ്റുവേഷൻ ഉണ്ടാകുന്നവന്മാര് നിങ്ങൾ ടിക്കറ്റ് വലിക്കണം കേട്ടാ. അവന്മാര് ടിക്കറ്റ് വലിച്ചിട്ടുണ്ട്. ടിക്കറ്റ് വലിച്ചിട്ട് 2 POയും വെരിഫൈ ചെയ്തതിനു ശേഷം നാളെ ഡിസിഷൻ പറയാന്നാ പറഞ്ഞേ. തൽക്കാലം ഗ്യാങ് ഹൗസ് ഒക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞേ. ലിഫ്റ്റ് തുറന്ന് ഒരു കൂട്ടം ആൾക്കാർ അത് എന്റെ POവിൽ നിന്ന് കാണുന്നത്. ചന്ദ്ര, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഓരോരോ ബിൽഡിംഗ് ക്ലിയർ ചെയ്ത് വരുമായിരുന്നു. ലാസ്റ്റ് ബിൽഡിംഗിൽ ഒരുത്തം നോക്കിയപ്പോ നിന്റെ ബിൽഡിംഗിലിരുന്ന് ഞങ്ങളെ താഴോട്ടിരുന്ന് കഷത്തിലിട്ട് ചൊറിയുന്ന പോലെ ദൂരത്ത് 3 വെടിവെക്കുന്നു. ഞങ്ങൾ അപ്പുറത്ത് 4 ബിൽഡിംഗ് അപ്പുറത്തുനിന്ന് ഓടിച്ചാടി വന്ന് ലിഫ്റ്റ് കയറി വന്ന് ഒരു ലിഫ്റ്റിൽ 6 പേരായിട്ട് അങ്ങ് വരും മേളിൽ പോയി. ഞാൻ അപ്പൊ താഴെ ക്യൂ ആയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ ലിഫ്റ്റ് കയറി വന്നപ്പോഴത്തേക്കും നിന്നെയും കൊന്ന് അവനെയും കൊന്ന്. പറഞ്ഞില്ലേ എപ്പോഴും എന്റെ കൂടെ വരാഞ്ഞത് ഞാൻ ബാക്കിൽ നിന്ന് കയറിട്ട് അവനെ കൊന്നപ്പോ ഞാൻ മാസം അടിക്കാൻ വാ തുറക്കാൻ വന്നത് എന്റെ വായോട് അടിച്ചങ്ങ് ചുവരിൽ വെച്ച്. എത്ര വിവരമുണ്ടോ ഈ ചന്ദ്ര? ഞാൻ വേറെ കോമൺ ആയിട്ട് പറയാം ചന്ദ്ര. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ കുറെ കഴിവില്ലാത്ത കുണ്ണകളുണ്ട്, മനസ്സിലായേ? എവിടെ പോയാലും തല്ല് മേടിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവന്മാര്. അവന്മാരുള്ളിടത്തോളം കാലം നീ ഇവന്മാരൊന്നുമായിട്ട് സംസാരിക്കാൻ പോലും പോകരുത്, മനസ്സിലായി? ഇവന്മാര് ജനിച്ചപ്പോഴേ ഇവന്മാരുടെ നെറ്റിയിൽ ദൈവം അടിച്ചു കൊടുത്താ തല്ലുള്ളിന്ന്. അതിനി എവിടെ പോയാലും മാറില്ല. ഇപ്പൊ പേര് എക്സാമ്പിൾ, പേര് ഇപ്പൊ MRC നിട്ടാലോ, അത് കഴിഞ്ഞിട്ട് RX100 നിട്ടാലോ, അല്ലെങ്കിൽ അതിന്റെ PD നിട്ടാലോ, എന്നിട്ടാലും തല്ല് മേടിക്കും, മനസ്സിലായി? അങ്ങനത്തെ അവന്മാരാണ് അത്. തലയിൽ അച്ചുണ്ടാവന്മാർക്ക്. അപ്പൊ ഇവന്മാരുടെ അടുത്തൊന്നും സംസാരിക്കാൻ പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കളിയാ വേറെന്തെങ്കിലും ചെയ്യുന്നതാണ്, മനസ്സിലായ? ഇവന്മാരുടെ അടുത്തൊന്നും ഒരിക്കലും ഇവന്മാർക്ക് ജയിക്കാൻ ഇവന്മാര് സമ്മതിക്കൂല. സമ്മതിക്കൂല. നല്ലവരുണ്ട്, ചില ക്രിമികൾ കയറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. മറ്റേ വല്ലപ്പോഴും വെടിവെക്കാൻ വരുന്ന കുറച്ച് കടിയന്മാരുണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ കാര്യം പെട്ടെ, എനിക്ക് മനസ്സിലത്തെ കാര്യം പെട്ടെ. അല്ലെ അത് രണ്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരുത്തന്മാര് ഗ്യാങ് ആയിട്ട് തല്ലുകൊള്ളുന്നു, ഒരുത്തന്മാര് ഗ്യാങ് ഇല്ലാതെ. ഞാനൊരു കാര്യം പറയാം. ഇത് മറ്റേ അതായത് ID കാർഡ് കാണിക്കാത്തതാണ് ഈ സിറ്റുവേഷൻ. എനിക്ക് ഓർമ്മയില്ല. ലൈക്ക് ഞാൻ ഇത് ആയിട്ട് അങ്ങനെ പറയാം. അതായത് ID കാർഡ് കാണിക്കാത്തതാണ് ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആയത്. ID കാർഡ് കാണിക്കാത്ത തന്നെ മറ്റേ രാജ്യദ്രോഹിയെ പോലെ ട്രീറ്റ് ചെയ്തേ. അതായത് ID കാണിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നോക്കിയപ്പോ ഒരു 8 പീടി അന്നേരം അവിടെ സ്പോട്ട് വന്ന്. ഇല്ല, ഈ ഫേസ് ഒന്നും അല്ലായിരുന്നു. ഞാൻ സ്രാങ്കിനൊക്കെ പോലെയായിരുന്നു. ഇല്ല ഞാൻ എടാ എന്റെ മുഖത്ത് മറ്റേ മീശയും ഒരു മറ്റേ വേറെ ഡ്രസ്സും കടസും ഒക്കെ ഉണ്ടായിരുന്നു. വേറെ ആയിരുന്നു ഞാൻ. ഇതേ ലുക്കേ അല്ലായിരുന്നു. എന്നിട്ട് ഇവരൊന്ന് ബോക്സ് ഒക്കെ ചെയ്തു. എന്നിട്ട് അങ്ങനെ ആ സിറ്റുവേഷൻ അലമ്പാവണേ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ കുറച്ച് വെടിവെപ്പോഴും സൗണ്ട് ഉണ്ട്. ഞാൻ താഴെ ആരോ ഏതോ റോബർ ചെയ്തോണ്ടിരിക്കുകയാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ വെടിയുടെ വെച്ചാൽ കൂടി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പാനിക്കാവുന്നുണ്ട് പീടിയൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലിഫ്റ്റ് തെള്ളി തുറന്ന് കുറച്ച് ആൾക്കാർ ഓടി വന്ന് എന്നെയും കൊന്ന് അവിടെ നിന്ന് പീടീനെ കൊന്ന് 2 കൊണയും കുറച്ച് പോയി എന്റെ അടക്കം. നിന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുവോ ചന്ദ്ര? ഞാൻ പറയാം, ഞാൻ സിറ്റി കയറുമ്പം നമ്മുടെ റേഡിയോയില് 9 പേരെ ഉള്ളായിരുന്നു.
സിറ്റി കേറി ഇതുപോലെ ചന്ദ്രൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് റേഡിയോയിൽ 23 പേരായി. എല്ലാരും കേറില്ലേ? അണ്ണാ ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്റെ കൂടെ ഉണ്ടല്ലോ അണ്ണ അണ്ണ എന്റെ സൈന്യം എവിടെ? എന്റെ സൈന്യം എനിക്ക് പിള്ളേരുണ്ട്, എനിക്ക് പടകളുണ്ട്. വാസോടെ എന്റെ കൂടെ ഒരു 10 യു ആർ മൈ ബ്രദേഴ്സ്. അതല്ല ഞാൻ മറ്റേ വാടകയ്ക്ക് എടുത്ത പിള്ളേരുണ്ടായിരുന്നു. ഇല്ല ഓടിയില്ല അവരൊക്കെ കൊന്ന്. ഇല്ലില്ല അതിലൊരു 8 എന്റെ ബ്ലാക്ക് മാഫിൽ എന്റെ പിള്ളേര്, ബാക്കിയുള്ളതെല്ലാം വാടകയ്ക്ക് റോഡിൽ നടത്തിയാണ്. അണ്ണാ ഞാൻ അമ്മമാരൊന്ന് വിളിക്കട്ടെ അണ്ണാ. 108 കയറി. അയ്യോ ജീറോയിൽ കുറച്ചുണ്ട് ഡേ. ഒരു മിനിറ്റ്. ഹലോ ഡേ, എത്ര ജീവനോടെ ഉണ്ട്? ഉള്ളൊരു ടിവിയുടെ ക്യാമറ ഫ്രണ്ടിലോട്ടോ. എന്നാ പാമ്പിള്ളേരണ്ണ അവന്മാർക്ക് പെട്ടെന്ന് ബാക്കപ്പ് പറയുന്ന അവന്മാർക്ക് അറിയണല്ലോ അണ്ണ. നമ്മളെ പിള്ളേരെ പോലെ അവന്മാരൊക്കെ ഉണ്ടല്ലോ അണ്ണ. വാസണ്ണ അവന്മാർക്ക് നമ്മുടെ പിള്ളേരെ പോലെ പെട്ടെന്ന് ബാക്കപ്പ് പറയുന്ന അറിഞ്ഞിട്ടല്ലോ. അവന്മാർക്ക് നമ്മുടെ ലോക്കലിൽ ഇരുന്ന ഡ്യൂറബിലിറ്റി തീർന്ന 7 ഡ്യൂറബിലിറ്റി ഉള്ള കണ്ണൊക്കെയാണ് കൊടുത്തത്. അത് 1 രൂപ കൊണ്ട് അടിച്ചപ്പോ അത് തീർന്നു കാണും. ഇവിടെ നിന്ന് ഞാൻ 10-20 കണ്ടെടുത്തോണ്ട് ഡ്യൂറബിലിറ്റി തീർന്ന് 7, 8, 10, 15 ഉള്ളതെല്ലാം ഞാൻ മുക്കി ഇവിടുന്ന്. അതൊക്കെ അല്ല അത് ഡ്യൂറബിലിറ്റി കുറഞ്ഞ നമ്മള് പോലെ എടുക്കൂല. അത് നമ്മള് പോലെ നമ്മളത്ര റിസ്ക് എടുത്ത് കളിക്കില്ലല്ലോടാ. കണ്ണെടുക്കാൻ വരുമ്പോ എല്ലാം ഇത് കുറഞ്ഞതാണ് ഇരിക്കുന്നത്. അത് കുഴപ്പമില്ലല്ലേ? അത് മാത്രം പറയല്ലേ. എന്റെ 2 AR ആണ് കഴിഞ്ഞ ദിവസം ആരാണ്ട് മോഷ്ടിച്ചോണ്ട് പോയി. കോമൺ വണ്ടി വെച്ചെന്ന് പറഞ്ഞ ആരാണ്ട് മോഷ്ടിച്ചോണ്ടൊക്കെ പോയി. ഹലോ അളിയ നീകൻ തളർന്നിരിക്കാന്ന് കേട്ടാ. നീ പിന്നെ അവിടെ കൊന്നില്ലായിരുന്നു. അതൊരു മാസം സീനായിരുന്നു. അത് എന്നെ പോലത്തെ ഒരുത്തെ എല്ലാം പറഞ്ഞുതരാം. എന്നെ പോലെ നിങ്ങൾ വന്നാടാ? എന്റെ മോഷ്ടിച്ചാണ്. എടാ ഇതാരായിരുന്നു? മാർക്കോ നിന്റെ ഐഡി കാർഡ് തന്നെ. എന്റെ ഐഡി കാർഡ് ഏതാണ്? ഇതാര്? നിന്റെ ഐഡി കാർഡ് എന്താ മാർക്കോ? നാളെ തൊട്ട് എനിക്ക് എന്തെങ്കിലും ആളെ പറ്റി കിടക്കുമ്പോ നിന്റെ ഐഡി കാർഡ് ഇരിക്കട്ടെ. എടാ നിങ്ങൾ ഐഡി കാർഡ് എടാ പീഡിയേ സിറ്റിയിൽ ഐഡി കാർഡ് ചോദിച്ചപ്പോഴത്തേക്ക് ഐഡി കാർഡ് ഇല്ലാത്തവരടുത്ത് പീഡി എങ്ങനെ പെരുമാറിയ? നമ്മൾക്ക് ചോദിച്ചില്ല. ഐഡി കാർഡ് ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് പറഞ്ഞു അറിയാൻ വയ്യ. വേറെ ആരോട് ചോദിച്ചു. ഐഡി കാർഡ് ഇല്ല പറഞ്ഞപ്പോ വിട്ടാ? ചോദിച്ചപ്പോഴത്തേക്ക് ഒരു കാര്യം പറയാം. ഐഡി കാർഡ് ഇല്ലെങ്കിൽ വന്ന് എടുത്താൽ മതി സാറേ എന്ന് പറഞ്ഞു വിടും. അല്ലാതെ മറ്റേ പരിപാടിയൊന്നുമില്ല, ഒരു പരിപാടിയില്ല. മനസ്സിലായി? ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി ടിക്കറ്റ് പോയി എടുത്തിട്ടാണ് ഞാൻ പോയി എടുത്തത്. അങ്ങനെ നിർബന്ധമാണ് ഈ സ്പോട്ടിൽ എടുപ്പണ പരിപാടിയൊന്നും ഇല്ല ഇവിടെ. നിങ്ങളുടെ മാത്രം അങ്ങനെയാണെങ്കിൽ അത് നിനക്കൊക്കെ എന്താ ഫ്രസ്ട്രേഷൻ ആടാ നിനക്കൊക്കെ? അല്ല മനസ്സിലാത്തോണ്ട് ചോദിക്കുകയാണ്. എന്താണ് ഒരു RP കളിച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ എന്താ ഇത്ര കൊണ? RP ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഇത്ര കൊണക്ക എന്തിനാണ്? എന്താ ബ്രോ നിന്നെ കൊണ്ട് പറ്റാത്ത വേറെ ചെയ്യുന്നതിന്റെ ഫ്രസ്ട്രേഷൻ ആണോ? നിന്നെ കൊണ്ട് പറ്റാത്തതിന്റെ ആണോ ബ്രോ? നിന്നെ കൊണ്ട് പറ്റാത്ത വേറെ ആൾക്കാർ ചെയ്യുന്നു, അവര് അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നതാണോ നിന്റെ പ്രശ്നം? പറയൂ, തുറന്നു പറയൂ. എന്താ കഴിവില്ലേ? കഴിവില്ലെങ്കിൽ കുറച്ച് കഴിവുണ്ടാക്കണം ബ്രോ. കഴിവുണ്ടാക്കിയോണ്ടാണ് കഷ്ടം ബ്രോ, കഷ്ടം. ഒന്നും പറയല എനിക്ക്. ഗ്യാങ് ആവും ബ്രോ, സിറ്റിയിൽ ഗ്യാങ് ആവും, ബാക്കി പിന്നോക്കാം. സിറ്റിയിൽ ആദ്യം ഗ്യാങ് ആവും. ഹലോ എടാ നമ്മുടെ കൂട്ടത്തില് വേറെ കൊന്നാ?
ഓക്കെ എടാ നമ്മൾ കൊറേ കാണാല്ലേ അവരൊക്കെ ഇവിടെ പോയി കൊന്നോടാ ആരേലും നമ്മുടെ കുറെ പേര് ചത്തായിരുന്നു റേഡിയോ പെട്ടപ്പെട്ടാന്ന് പറഞ്ഞു പോയി നമ്മ വെടിയൊക്കെ വന്നല്ലേ ഇവിടെ അപ്പൊ സിറ്റുവേഷനിൽ വന്നല്ലേ കുഴപ്പമില്ല എന്തായാലും അവരെ നാളെ കാണുമ്പോ നാളെ കാണണം എല്ലാരെയും ഒന്ന് നാളെ ഒന്ന് എല്ലാരെയും കണക്ട് ചെയ്യണം വിട് 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 ബാക്കി വെക്കാം ലെവിയൊക്കെ ലെവിനെ കാണുന്നില്ല ലെവിയും വർക്കിയും അലക്സും പേടിയിലാണ് ലോക്കപ്പിൽ ലോക്കപ്പിലാക്കിയാ ലോക്കപ്പിലവര് ലോക്കപ്പിലായി എടാ ഞാൻ ഇറങ്ങണേ എടാ താങ്ക്സ് എല്ലാവർക്കും ഞാൻ ഇറങ്ങുവാണേ നാളെ കാണാം ഹലോ ഹലോ കേക്കാടാ ആ എടാ ഇവിടെ ആർക്കാടാ ഗ്യാങ് ആവാത്ത വാണങ്ങളെ പറഞ്ഞപ്പോ പൊള്ളിയത്? ഇവിടെ വലിയ പ്രശ്നമാണ് ഞാൻ അല്ല നിനക്ക് പൊള്ളിയോടാ കണ്ടി തീട്ടങ്ങളെ തല്ലുകൊള്ളികളെ പേര് മാറി മാറി ഇട്ടിട്ടും തല്ലുകൊള്ളുന്ന നിനക്കൊക്കെ പൊള്ളിയോ? പൊള്ളിയെങ്കിൽ നീയൊക്കെ അവിടെ ഊമ്പിക്കൊണ്ടിരിക്കടാ പുണ്ടച്ചികളെ. പൊള്ളിയോ നിനക്കൊക്കെ? കേസൊക്കെ കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞോ? സോൾവ് ആയോ? അയ്യോ ചോദ്യം ചെയ്യാൻ വന്നേക്കുന്ന അണ്ണന്മാര്. എടാ കൊച്ചുമുണ്ടേ 2 മണിയായി, പോടാ സ്കൂളിൽ പോടാ നാളെ. അവൻ വന്നേക്കെന്ന് ചോദിച്ചോ? നിന്നെയൊക്കെ മെൻഷൻ ചെയ്ത ഉടനെ ചോദ്യം ചെയ്യാൻ നീയൊക്കെ വീട്ടിൽ വരുവോ? അയ്യോ അത് കാണണമല്ലോ ഒന്ന്. ഗെയിമിനകത്ത് നിന്നെയൊക്കെ ഇനിയും പറയവിടെ തല്ലുകൊള്ളുകളെ. നീയൊക്കെ ആരാ? നീയൊക്കെ ചോദിച്ചോ? പറഞ്ഞ ഉടനെ ചോദിക്കാൻ വീട്ടിൽ വരുവോ? അയ്യേ അവന്റെയൊക്കെ എന്തേലും പറഞ്ഞോണ്ടല്ലോ നമ്മളെ എന്തിനാ ഡ്രാഗ് ചെയ്തെന്ന് പറഞ്ഞ് മറ്റേ കൊച്ചു ഗുണ്ടകളെ വിടും. കൊച്ചു ഗുണ്ടകൾ കൊച്ചു ഗുണ്ടകൾ 5ാം ക്ലാസ്സിലെ ഗുണ്ടകൾ. പോടാ ഗുണ്ടകളെ പോയി കിടന്നുറങ്ങ്. നീയൊക്കെ ഇനി അകത്ത് ഉണ്ടേലും ഇല്ലേലും ഒരു കുഴപ്പമില്ല. തല്ലുകൊള്ളുള്ള അല്ലാതെ നിന്നെയൊക്കെ സുമേഷ് നായർ എന്ന് വിളിക്കാൻ പറ്റുമോ എനിക്ക്? സുമേഷ് നായർ സുമേഷ് നായർ കൊള്ളാം, നല്ല പേര്. വന്നോളും. അപ്പൊ മറ്റേ അമ്പിക്കുണ്ണ ലൈവിൽ വന്നിരുന്ന് പറയണ കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന വാണം പറയാതിരിക്കാൻ വയ്യ. ആർസിലുള്ളവരിക്കകത്തുണ്ടായിരുന്നല്ലോ. അപ്പൊ എത്ര ഉണ്ടായിരുന്നു? എടാ എത്ര പേരുണ്ടേലും ഇല്ലേലും അളിയ അന്നേരം സിറ്റുവേഷനിൽ അമ്മാര് അന്നേരം പറഞ്ഞ RSL7 ഒരാളുണ്ടെന്ന്. അതിപ്പോ പറഞ്ഞെന്ന് പറഞ്ഞ എന്താ പറഞ്ഞെന്ന് പറഞ്ഞ ഉടനെ അമ്മാരെ മൂക്കിക്കേറ്റി വലിച്ചു കയറ്റും. ഉമ്മാരുടെ പേര് പറഞ്ഞ എന്ത് കോപ്പിറൈറ്റ് ഉള്ള പേര് RX നടന്ന് പറഞ്ഞ ഇമാരെ മൂക്കിക്കേറ്റി വലിച്ചു കയറ്റുമോ? ഇമാരെ പേടിക്കണോ നമ്മള്? ബ്രോ നിന്റെയൊക്കെ ലീഡറിനെയും കൊണ്ട് ഒമ്പിച്ചാലും കേറാത്ത ടീംമേറ്റ്സും മറ്റേ അതും ഇതുമാണ് നിനക്കൊക്കെ. ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ടിട്ട് പോലും ഗ്രൈൻഡ് ചെയ്ത് സിറ്റിയിൽ സ്ലോട്ട് മേടിക്കാൻ കഴിവില്ലാത്ത നീയൊന്നും നമ്മളെ കമ്പയർ ചെയ്യല്ലേ. ഇനി രാത്രി 2 മണിയാണേലും 3 മണിയാണേലും കൂട്ടത്തിലൊരുത്തിനെ കൊണ്ടുപോയാൽ അതാ ഇത്രയും പേര് ഇങ്ങനെ വന്ന് നിൽക്കും. അതാണ് ക്വാളിറ്റി, മനസ്സിലായ? അല്ലാതെ നിന്റെ ഒന്നും കൂട്ട് ഗ്യാങ് ആവാൻ പോലും വരാൻ മടിച്ചിട്ട് മറ്റേ മാങ്ങ പറിക്കാനും അണ്ടിക്കെറിയാനും പോകുന്നവന്മാരല്ല ടിവിയെ. അതൊന്നും വെച്ച് കമ്പയർ ചെയ്യല്ലേ ദയവ് ചെയ്ത്. അതാദ്യം മനസ്സിലാക്ക്. അതായത് നീയൊക്കെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. അളിയ ഞാൻ ഒരു കാര്യം പറയാം ചന്ദ്ര, ഇവന്മാർക്ക് മുട്ട ഈഗോ ആടാ ചന്ദ്ര. ഇല്ല ഞാൻ ഒരുത്ത കമന്റ് ഇട്ട് ഞാൻ അവൻ എനിക്ക് അയച്ച മെസ്സേജ് എല്ലാം ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇങ്ങനെ അവൻ അത് തന്നെയാണ്. അളിയ അവൻ ഇത്ര ദേഷ്യം എന്തിനാണ്? വണ്ണ് വാങ്ങിയിരിക്കാം ഓടാ വണ്ണ മറ്റേ ലീഡറിനെ അടിച്ചിടുമ്പോ ചോദിക്കാൻ വരാത്ത ഗ്യാങ് അല്ലല്ലോ നമ്മുടെ. ഓക്കെ എടാ ഞാനൊക്കെ ഡൗട്ട് ചോദിക്കട്ടെ. അതായത് ഇത് എവിടെയാ പിഴച്ചത്? ഇത് അതായത് ഈ പീഡിക്ക് ഇങ്ങനെ FRP അതെ FRP അല്ല FRP പീഡി കൂടുതലായിരുന്നു കഴിഞ്ഞാൽ FRP കാണിക്കണമെന്നുണ്ടോ? ഇപ്പൊ ഗ്യാങ് മെമ്പർ ആണെങ്കിലും ആൾക്കാർ നമ്മുടെ സൈഡിൽ കൂടുതലുണ്ടെങ്കിൽ FRP കാണിക്കണമെന്നുണ്ടോ? അറിയാവോ അതിനെപ്പറ്റി? അങ്ങനെ കാണിക്കണമെന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ആരോടാ ചോദിക്കണത്? ഞാൻ നിങ്ങൾക്ക് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയാമെന്ന് ചോദിച്ചാൽ
അല്ലല്ല അറിഞ്ഞൂടാ അതിനെപ്പറ്റി അറിഞ്ഞൂടാ. പീഡിയെടുക്കുന്ന POV, പീഡിയെടുക്കുന്ന POV. എടേ വിളി അവര് ചുമ്മാ കിടന്ന് കുണച്ചോണ്ടിരിക്കളിയാ. നിങ്ങള് ഈകളെ അത് വിട് നമുക്കത് ഡാനിയൽ തോമാച്ചൻ ആര് കമ്പയർ ചെയ്തു ബ്രോ? കണ്ട കുണ്ണ സിറ്റുവേഷൻ ടൈമില് RSS പറഞ്ഞ എന്തിനാണ്? അല്ല പറഞ്ഞ നീ എന്ത് ചെയ്യടാ ഡാനിയൽ പുണ്ടച്ചുമോനെ? നീ